അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ അമ്മയുമായിട്ടൊരു ഈവനിങ് വാക്കിന് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അമ്മയുടെ പണ്ട് കാലത്തെ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത്. മെഷീനില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? പെണ്ണുങ്ങളാണെങ്കിൽ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോകണം. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ചെയ്യാനും ജീവിക്കാൻ പറ്റില്ല. പിന്നെ അന്നത്തെ പെണ്ണുങ്ങൾ സ്കൂളിൽ പോവില്ല. 2 ക്ലാസ് 1 ക്ലാസ് അവർക്ക് പ്രാർത്ഥന ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പെങ്കൊച്ചല്ലേ പഠിപ്പിക്കണ്ട. അപ്പോൾ പ്രാർത്ഥന ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അതാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം. അധ്വാനിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക, സന്തോഷിക്കുക, ഉള്ളതും കൊണ്ട് സന്തോഷിക്കുക. അപ്പോൾ എനിക്ക് അവന് വലിയ ഓർമ്മയുണ്ടല്ലോ, അവന് വലിയ വിട്ടറുണ്ടല്ലോ. അതിലൊന്നും കാര്യമില്ല. ആരോഗ്യമാണ് സമ്പത്ത്. അതിലൊന്നും കാര്യമില്ല. ഏറ്റവും വലിയ ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യം ഉണ്ടാവാനും രോഗം പിടിച്ച് കിടക്കാണ്ടിരിക്കാനും ഇത് ഒട്ടിച്ച് കയറി. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി അമ്മയുടെ അറിവുകളെല്ലാം കേട്ടില്ല. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി ശരി. അമ്മയ്ക്ക് ഒരു കയ്യിൽ നടത്തിയും കഴിഞ്ഞു. ചെറിയന്നെ അമ്മയുടെ കൈമ കണ്ട ചൊറിയിട്ടാ. മുതലൊക്കെ ഞാൻ മുതലൊക്കെ എങ്ങനെ പോലെ ആ കാലം കഴിഞ്ഞത്. എല്ലാവരും പിടിച്ച് അമ്മ ഇങ്ങനെ നടക്കും, ഒരു കയ്യിൽ ഇതും പിടിച്ചിട്ട്. അതാണ് അമ്മയുടെ ഇപ്പോഴത്തെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. പിന്നെ മിതമായ ഭക്ഷണം ഇപ്പോൾ കഴിക്കുള്ളൂ. അമ്മ അത്യാവശ്യം അമ്മയുടെ കാര്യങ്ങൾ നോക്കിയേ കഴിക്കുള്ളൂ. ഇതാണ് ഞങ്ങളുടെ വീട്. പറിച്ചിട്ട് ഉപയോഗിക്കും. പറിക്കാം, കുറച്ച് പറിക്കാം. കുറച്ചുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പം അമ്മയ്ക്കിപ്പോൾ അമ്മയുടെ ആങ്ങളയുടെ കണക്കനുസരിച്ച് അമ്മയ്ക്ക് 96 വയസ്സായി. 94ാമത്തെ ബർത്ത്ഡേ അന്ന്. ഞാൻ 25ാമത്തെ വയസ്സിനെ എത്ര 68. അപ്പോൾ എത്ര വയസ്സ്? അപ്പോൾ അതിന് എത്ര വയസ്സുണ്ട്? അപ്പം അമ്മ പറഞ്ഞു 10 വയസ്സിലാണ് പറ്റുന്നത്. ഞാൻ 10 അമ്മ ഇപ്പോൾ 10 വയസ്സാണ്. എനിക്ക് ഇപ്പം ചണ്ടിയാനൊന്നും പറ്റില്ല. വ്യത്യാസത്ത് പറഞ്ഞോട്ട് കൂടിയെങ്കിൽ കുഴപ്പമില്ല, കുറഞ്ഞാലും കൂടിയാലും കുഴപ്പം. ദൈവം വിളിക്കുന്നിടത്ത് പോകും. അപ്പോൾ 1 വയസ്സായിട്ട്. അപ്പം അമ്മയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞേ? ആരോഗ്യത്തിൻ്റെ രഹസ്യം പണ്ടൊക്കെ നല്ലോണം ദേഹമാണെങ്കിൽ പണിയും. പറമ്പിലത്തെ ആഹാരങ്ങൾ, വിഷമടിക്കാത്ത ആഹാരങ്ങളും കഴിക്കും. അങ്ങനെ വിഷമടിക്കാത്ത ആഹാരങ്ങളും കഴിക്കും. നെല്ല് കുത്തും, കൊയ്യാൻ പോകും, ഞാറ് നടും, കൃഷിപ്പണിയും. അപ്പോൾ അങ്ങനെ ആ പണികളൊക്കെ ചെയ്ത് വയർത്ത് മുങ്ങി വയറൊട്ടിയൊക്കെ വന്ന്. അപ്പം പറമ്പിൽ നിന്ന് കപ്പക്കഴുക്, മധുരച്ചേമ്പ്, കൂർക്കക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ഇതെല്ലാം പറമ്പിൽ നിന്ന് വെറുതെ വളർന്നു. ഇവിടെ റോഡിൻ്റെ ഇവിടം വരെ ഒന്നും നടന്നു. ഇനി അവരത് ശരിയാക്കും. അപ്പൊ അമ്മ ഞാനും കൂടി ഇതേ ഒന്നും കൂടി നടക്കാൻ ഇറങ്ങി. എവിടെ അമ്മ? അതേന പറമ്പൊക്കെ വൃത്തിയാക്കിയിട്ട് റോട്ടിൽ കൂടെ വണ്ടി പോണു. എങ്ങനെയുണ്ട് അമ്മ നടന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, നടക്കുന്നത് നല്ലതാ. ഞാൻ മടിക്കുന്നതല്ലേ മഴ കാരണം. ഇപ്പൊ മഴയൊന്നും ഇല്ല, അങ്ങനെ മടിക്കാൻ. ഇപ്പൊ മഴയില്ലാതെ എനിക്കറിയാം. നല്ല നടക്കാൻ വന്നേ, വീണ്ടും വൈകിട്ട് നടക്കാമല്ലോ. അമ്മ അങ്ങനെ 2ാം നിലയുടെ മുകളിൽ കയറിയോണ്ടാ മിടുക്കി കുട്ടിയായിട്ട്. കുറേ നാളുകൂടി അമ്മ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുകളിൽ കയറിയിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം അമ്മ പറഞ്ഞു എനിക്കൊന്ന് മുകളിൽ കയറി കാണണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മ തന്നെ സൈഡ് പിടിച്ച് മുകളിൽ കയറി. ഞാനും കൂടെ പോയായിരുന്നു, പക്ഷേ അമ്മേനെ അധികം സപ്പോർട്ട് ചെയ്യേണ്ടി വന്നില്ല. സ്റ്റെയറിൽ കയറി എല്ലാം കണ്ടു. അങ്ങനെ സ്റ്റെപ്പ് കയറി ആൾ മിടുക്കിയായിട്ട് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അപ്പം നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് അല്ലേ? സോ ബി ആക്റ്റീവ് ആൻഡ് ബി ഹെൽത്തി. ആര്യവേപ്പല്ലേ? അമ്മ എപ്പോഴും വളരെ ശ്രദ്ധിച്ചാട്ട് നടക്കുന്നത്. ഒരു കാല് വെച്ചിട്ട് അടുത്ത കാലം എടുക്കുള്ളൂ.
അതുകൊണ്ട് പിന്നെ നല്ല പ്രാർത്ഥനയുമുണ്ട്. അപ്പോൾ ഭയങ്കര നമ്മൾ നടക്കുമ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഒരു കാലം ഉറച്ചിട്ട് അടുത്ത കാലം എടുക്കാവൂ. അത് നമ്മൾ വീഴാതിരിക്കാനായിട്ട് സഹായിക്കും. ഞാനിപ്പോഴും കുറച്ച് എനിക്ക് 60 കഴിഞ്ഞു ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. അമ്മയ്ക്ക് 96 ബർത്ത്ഡേ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ആരോഗ്യമായിട്ടിരിക്കുക. ആരോഗ്യമാണ് സമ്പത്ത്. ആക്റ്റീവായിട്ടിരിക്കുക. പ്രായമായി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റില്ലെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് പറ്റും. ട്രൈ ഇറ്റ് സോ യു ക്യാൻ മേക്ക് ഇറ്റ്. ബി ഹാപ്പി, ബി ഹെൽത്തി, ഗോഡ് ബ്ലെസ് യു. അങ്ങനെ ഇന്നത്തെ അമ്മയുടെ അറിവുകളിലേക്ക് എൻ്റെ അമ്മയുടെ ആരോഗ്യവും എൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ എന്താ പറയുക ഡിറ്റർമിനേഷൻ എന്താ പറയുക, എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആ ഡിറ്റർമിനേഷനാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ബൈ ഫോർ ടുഡേ. വേറൊരു എപ്പിസോഡുമായി നമുക്ക് വേറെ ദിവസം കാണാം. ബൈ. അമ്മയ്ക്ക് മുകളിൽ കയറി ഒന്ന് കാണാം.